നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് മെയ് 29 വ്യാഴം 2025. വാർത്തകളിലേക്ക്. കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4 വരി തുരങ്കപാതയ്ക്ക് അനുമതി നൽകി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി. മെയ് 14-15 തീയതിയിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കാനുള്ള ശുപാർശ നൽകിയത്. 60 ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ വിദഗ്ധ സമിതി അന്തിമ പരിസ്ഥിതിദാനുമതി നൽകിയത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ 3ാമത്തെ വലിയ ഭൂഗർഭ പാതയ്ക്കാണ് ഇതോടെ അനുമതി ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 31 വരെ അതിശക്ത മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അതിനുശേഷം ഒരാഴ്ചയോളം മഴ കുറയും. ഒഡീഷയ്ക്കടുത്തുള്ള ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. മറ്റ് 10 ജില്ലകൾ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് റെഡ് അലർട്ടുള്ളത്. മറ്റ് ജില്ലകൾ ഓറഞ്ച് മുന്നറിയിപ്പ്. അതിതീവ്രത മഴ മുന്നറിയിപ്പിന് പിന്നാലെ സംസ്ഥാനത്തെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, വയനാട്ടിലും എന്നീ ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ വിനോദസഞ്ചാരത്തിനായുള്ള കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി, ബോട്ടിംഗ്, ട്രക്കിംഗ് എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ എസ് പ്രേംകൃഷ്ണൻ ഉത്തരവിറക്കി. ഇക്കാലയളവിൽ തൊഴിലുറപ്പ് ജോലികൾക്കും നിരോധനമുണ്ട്. എല്ലാ മലയോര മേഖലകൾക്കുമുള്ള എല്ലാ യാത്രകളും രാത്രി 7 മുതൽ രാവിലെ 6 വരെ നിരോധിച്ചു. ജൂൺ 1 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ PV അൻവറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തയ്യാറായില്ല. അൻവറുമായുള്ള കൂടിക്കാഴ്ച മാധ്യമ സൃഷ്ടിയാണെന്നും സംസ്ഥാനത്ത് കൊള്ളാവുന്ന നേതൃത്വമുണ്ടെന്നും പ്രതികരിച്ച KC വേണുഗോപാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്യുമെന്നും വ്യക്തമാക്കി. PV അൻവറിന്റെ മുന്നണി പ്രവേശനം ചൊല്ലി കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവർ നിർണായക ശക്തിയാണെന്നും അൻവറിന്റെ കയ്യിലുള്ള വോട്ട് UDFന് കിട്ടിയില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നും K. സുധാകരൻ പറഞ്ഞു. അൻവറുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കേണ്ടതല്ലെന്നും അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണെന്നും സണ്ണി ജോസിന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും പങ്കെടുത്തുള്ള ചർച്ച വൈകാതെ നടക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. അതേസമയം ആര്യാൻ ഷൗക്കത്തിന് വേണ്ടി അൻവർ പ്രചരണത്തിനിറങ്ങിയാൽ ഒരുമിച്ച് പോകുക എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് PV അൻവറും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി KC വേണുഗോപാലുമായി സംസാരിച്ചു. പ്രശ്നപരിഹാരത്തിന് വഴി നിർദ്ദേശിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടതാണ് വിവരങ്ങൾ. കൂടാതെ മറ്റു കോൺഗ്രസുകാരുമായി കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ട്. നിലമ്പൂരിൽ PV അൻവറിന്റെ കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ചു അനുയായികൾ. നിലമ്പൂരിന്റെ സുൽത്താൻ PV അൻവർ തുടരും എന്നെഴുതിയ ബോർഡുകളാണ് സ്ഥാപിച്ചത്. മലയോര ജനതയുടെ പ്രതീക്ഷയെന്നും ജനങ്ങൾ കൂടെയുണ്ട് എന്നും ബോർഡിലുണ്ട്. വഴിക്കടവ്, ചുങ്കത്തറ പ്രദേശങ്ങളാണ് ഇപ്പോൾ ബോർഡ് വെച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലാണ് ബോർഡുകൾ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ പ്രായമായവരും രോഗമുള്ളവരും പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതോ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരും മാസ്ക് ധരിക്കണം. ആശുപത്രിയിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ 519 കേസുകളാണ് ഉള്ളത്. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയുള്ള 52 ദിവസം ട്രോൾ നിരോധനം ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. അതിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷം നിരോധനം നടപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ കൂടുതൽ കാര്യക്ഷമമായി ഈ വർഷവും നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ അധിക തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. 2024-25 അധ്യയന വർഷം നടത്തിയ തസ്തിക നിർണ്ണയ പ്രകാരമുള്ള അധിക തസ്തികകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം സംസ്ഥാന സർക്കാർ മേഖലയിൽ 552 സ്കൂളുകളിലായി 915 അധിക തസ്തികകൾ അനുവദിച്ചു. 658 എയ്ഡഡ് സ്കൂളുകളിൽ 1304 അധിക തസ്തികകളും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ അറിയിപ്പ് പിന്നീട് ഉണ്ടാകുമെന്നും ഔദ്യോഗിക അറിയിപ്പിൽ വിശദമാക്കി. കൊച്ചിയുടെ പുറംകടൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കേസെടുത്തേക്കും. ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലോട് നിയമോപദേശം തേടി. മലിനീകരണം മത്സ്യസമ്പത്തിനും കടലിലെ ജൈവസമ്പത്തിനും ഉണ്ടാകുന്ന നഷ്ടം, തീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നിവ മുൻനിർത്തിയാകും നടപടിയിൽ. കപ്പൽ കമ്പനിയെയും ക്യാപ്റ്റനെയും പ്രതി ചേർത്ത് കോസ്റ്റൽ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാനാണ് ആലോചന. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും. ഇതോടെ പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റ് 3 പൈസയും 2 മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റ് 1 പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കുമെന്ന് KSEB അറിയിച്ചു. പ്രതിമാസ ദൈമാസ ബില്ലുകൾ ഇപ്പോൾ ഓരോ യൂണിറ്റിനും 8 പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കി വരുന്നത്. ഇത് യഥാക്രമം 5 പൈസയായും 7 പൈസയായും കുറച്ചുകൊണ്ട് KSEB ഉത്തരവായിട്ടുണ്ട്.
സംസ്ഥാനത്ത് മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ കേന്ദ്രത്തോട് അനുമതി തേടാൻ ഇന്നലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. കാട്ടുപന്നികളെ കൂടാതെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റ് വന്യജീവികളെയും കൊല്ലാനാണ് തീരുമാനം. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനവും വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ആരോഗ്യനില വർഷങ്ങളെ തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശീലനമാണ് രൂപേഷിന് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. വ്യവസായ പാർക്കുകൾക്ക് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. പാർക്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച ഉടൻ തന്നെ മുഴുവൻ യൂണിറ്റുകളും സംരംഭകർക്കായി കൈമാറാനായി എന്നത് സത്യമാണെന്നും മന്ത്രി പറഞ്ഞു. തോന്നക്കിലെ കിൻഫ്ര മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായ്പാ സഹകരണ സംഘങ്ങളിലെ 3 തവണ തുടർച്ചയായി ഭരണസമിതി അംഗങ്ങളായുള്ളവർക്ക് മത്സരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തി നിയമപരമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സഹകരണ സംഘങ്ങളിലെ ഭരണസമിതിയിലേക്കുള്ള മത്സരിക്കാനുള്ള അവകാശം സഹകരണ നിയമപ്രകാരമായതിനാൽ നിയമ ഭേദഗതിയിലൂടെ നിയന്ത്രണം കൊണ്ടുവരാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ടെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേരള തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടത് പ്രചരിക്കുന്ന വാർത്തകൾ ഏറെയും അടിസ്ഥാനരഹിതമാണെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത മതിയെന്നും മന്ത്രി പറഞ്ഞു. വൈലപ്പള്ളി സംസ്കൃതി ഭവനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും ട്രോൾ നിരോധനത്തെക്കുറിച്ച് അറിയിക്കുന്നതിനുമായി വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് എസ് ഡി പി ഐ മലപ്പുറം ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തോടിയായിരിക്കും മത്സരിക്കുകയെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരും വികസനത്തിന്റെ സ്വാദ് അറിയുന്ന തരത്തിലേക്ക് കേരളം മാറിയെന്നാൽ പൂർണ്ണമായിട്ടില്ലെന്നും ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഓഫീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കേരളത്തെ ഒരു ശക്തിക്കും സ്വാധീനിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാലത്ത് നാട്ടിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർധന തുടർന്ന് പന്നായി പാലത്തിൽ ബാരിക്കേഡ് സ്ഥാപിച്ചു. തിരുവല്ല മാന്നാർ സംസ്ഥാന പാതയിൽ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പങ്കിട്ടൊഴുകുന്ന പാമ്പ നദിക്കുള്ള കുറുകെയുള്ള പന്നായി പാലത്തിലാണ് ബാരിക്കേഡ് സ്ഥാപിച്ചത്. പാലത്തിന്റെ ഉയരം കുറഞ്ഞ കൈവരികളും പമ്പയാറിന്റെ ഈ ഭാഗത്തെ വലിയ ഒഴുക്കും ആഴവും കാരണം പലരും ആത്മഹത്യ ചെയ്യാൻ പന്നായി പാലം തെരഞ്ഞെടുത്തതിനെ തുടർന്നാണ് ഈ നടപടി. വടകര ദേശീയപാതയുടെ അപ്രോച്ച് റോഡിൽ വൻ ഗർത്തം. വടകര ലിങ്ക് റോഡിന് സമീപം കണ്ണൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന റോഡിലാണ് കുഴി രൂപപ്പെട്ടത്. കുഴി രൂപപ്പെട്ടതിന് പിന്നാലെ ദേശീയപാതയിൽ കിലോമീറ്ററോളം ഗതാഗതം സ്തംഭിച്ചു. നവകേരള സദസ്സിൽ ഉയർന്നു വന്ന വികസന പദ്ധതി നടപ്പാക്കാൻ 982.01 കോടി രൂപ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വയനാട് പൂവക്കോട് വെറ്ററിനറി കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളായ 19 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടഞ്ഞ കേരള വെറ്ററിനറി സർവകലാശാല നടപടി ഹൈക്കോടതി ശരിവെച്ചു. രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ കേസിൽ സംവിധായകൻ അഖിൽ മാരാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അഖിൽ മാരാർ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കൊട്ടാരക്കര പോലീസ് എടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ഉദിത് രാജ്. ഇന്ത്യയിൽ തിരിച്ചെത്തും മുമ്പ് ശശി തരൂരിനെ വിദേശകാര്യ മന്ത്രിയോ സൂപ്പർ BJP വക്താവോ ആക്കുമെന്ന് ഉദിത് രാജ് പരിഹസിച്ചു. രാത്രിയിലുണ്ടായ കനത്ത മഴയ്ക്കും കാറ്റിനുള്ളിൽ വൈദ്യുതി നിലച്ച് 8 വയസ്സുകാരൻ ലിഫ്റ്റിൽ കുടുങ്ങി. കുട്ടിയുടെ കരച്ചിൽ കേട്ട അച്ഛൻ ജനറേറ്റർ ഓൺ ചെയ്യാനായി പരക്കം പാഞ്ഞ് 3 മിനിറ്റ് വൈദ്യുതി പുനഃസ്ഥാപിക്കൊണ്ട് കുട്ടി സുരക്ഷിതനായി പുറത്തിറങ്ങിയെങ്കിലും അച്ഛൻ പിന്നാലെ കുഴിഞ്ഞു വീണ് മരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഭോപ്പാലിലെ ഹോഷങ്കാബാദ് റോഡിലുള്ള റോയൽ ഫാം വില്ല അപ്പാർട്ട്മെന്റിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. IAS ഓഫീസറെ പാകിസ്ഥാനി എന്ന് വിളിച്ച BJP നിയമസഭാ അംഗത്തിനെതിരെ കേസ്. കലബുർഗട്ടി ഡെപ്യൂട്ടി കമ്മീഷണർ ഹൗസിയ തരൂരിനെയാണ് BJP MLC N രവികുമാർ അധിക്ഷേപിച്ചത്. വിമാനം ലാൻഡ് ചെയ്ത് പൂർണ്ണമായി നിർത്തുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് അഴിക്കുകയോ സീറ്റിന് മുകളിൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ബാഗുകൾ എടുക്കുകയോ ചെയ്യുന്നവർക്ക് നടപടിയുമായി തുർക്കി. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന യാത്രക്കാർക്ക് പിഴ ചുമത്തുമെന്ന് രാജ്യത്തെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കാൻ യാത്രക്കാരെ പുറത്തിറക്കുന്ന പ്രക്രിയ കൂടുതൽ വ്യവസ്ഥാപിതമാക്കാൻ ലക്ഷ്യമിടുന്ന പുതിയ നിയമ ഭേദഗതി കഴിഞ്ഞ മാസം മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. കാമുകനുമായി പിരിഞ്ഞതിന്റെ വിഷമത്തിൽ 10,000 അടി ഉയരത്തുനിന്നുള്ള സ്കൈ ഡൈവിംഗിനിടെ ജീവനൊടുക്കി പ്രമുഖ സ്കൈ ഡൈവർ യുവതി. സൗത്ത് വെയിൽസ് സ്വദേശിയായ 32-കാരിയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഹോബിക്കിടെ ജീവനൊടുക്കിയത്. ജെഡ് അമരൻ എന്ന 32-കാരിയാണ് വിമാനത്തിൽ നിന്ന് 10,000 അടി ഉയരത്തിൽ നിന്ന് ചാടിയ ശേഷം പാരച്ചൂട്ട് വിടർത്താൻ തയ്യാറാവെ നിലത്തടിച്ച് വീണ് മരിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.